ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. വിഷുവിന് മുൻപായിട്ടുള്ള ക്ലീനിങ് വീഡിയോ ആണ്. ഈ കഴുകുന്നത് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വെക്കുന്ന തട്ടാണ്. ഇതാണ് ഞാൻ ആദ്യം ക്ലീൻ ചെയ്യുന്നത്. കാരണം ഇത് കഴുകി ഉണങ്ങിയിട്ട് വേണം നമുക്കിതിൽ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ. ഞാനിതിൽ ഉള്ളിയും പിന്നെ വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിതിൽ ഇട്ട് വെക്കുന്നത്. അപ്പം അതെല്ലാം നമുക്കൊന്ന് ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒതുങ്ങി വൃത്തിയായിട്ടിരിക്കും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കാവേ. പിന്നെ ഇത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് കേട്ടോ. ഞാൻ വളരെ പതുക്കെയാണ് ഇത് കഴുകുന്നത്. കാരണം സോപ്പ് ആകുമ്പോൾ കയ്യിൽ നിന്ന് താഴെ വീഴുമോ എന്നൊരു പേടിയുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കാര്യമായിട്ടുള്ള അഴുക്കൊന്നുമില്ല, ഒന്ന് പതുക്കെ കഴുകിയെടുത്താൽ മതി. ഫ്രിഡ്ജിൻ്റെ ഉൾവശമാണ് ഇനി ക്ലീൻ ചെയ്യുന്നത്. സാധാരണ ഞാൻ ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ ഫ്രിഡ്ജ് ഒന്ന് വൃത്തിയാക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം കുട്ടികൾക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് ക്ലീനിങ് ചെയ്യാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല. കാരണം എക്സാമിൻ്റെ സമയത്ത് നമ്മൾ കുട്ടികളുടെ കൂടെ ഇരുന്നാലല്ലേ അവർ പഠിക്കുകയുള്ളൂ. എക്സാമിൻ്റെ കാര്യത്തിൽ കുട്ടികളെക്കാൾ കൂടുതൽ ടെൻഷൻ നമ്മൾ അമ്മമാർക്കാണ് അല്ലേ. എക്സാം കഴിഞ്ഞിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എക്സാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് റിസൾട്ട് വന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് ഇവർക്ക് സ്കൂളും തുടങ്ങി കേട്ടോ. പിന്നെ സ്കൂൾ അടയ്ക്കുന്നത് 9-ാം തീയതിയാണ്. അപ്പോൾ പിന്നെ തോന്നി ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, വേഗം തന്നെ ക്ലീനിങ് പരിപാടി തുടങ്ങാമെന്ന്. അപ്പോൾ പിന്നെ ആകെ ടെൻഷനായിട്ടോ. അപ്പോൾ പിന്നെ വേഗം തുടങ്ങിയതാണ് നമ്മുടെ ക്ലീനിങ്. എന്നാലും കാര്യമായിട്ടുള്ള അഴുക്കൊന്നുമില്ല. എന്നാലും എല്ലാം ഒന്ന് ഒരു ഓണവും വിഷുവൊക്കെ ആകുമ്പോൾ നമ്മൾ എല്ലാം ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയാലല്ലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ അല്ലേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെയായിരിക്കും അല്ലേ. എല്ലാം ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാലേ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അത് ഓണം, വിഷു എന്നല്ല, ഏത് വിശേഷ ദിവസമായാലും നമുക്ക് അങ്ങനെ തന്നെയാണല്ലേ. ഇപ്പോഴത്തെ ഈ ചൂട് കാരണമാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിന് മുൻപേ നമ്മുടെ പണികളെല്ലാം വേഗം കഴിയുമായിരുന്നു. വെള്ളം കുടിച്ചൊരു വഴിക്കായി ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ. എന്തൊരു ചൂടാണല്ലേ. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജെല്ലാം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലിരുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം കഴുകി വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. വെള്ളമെല്ലാം ഒന്ന് പോയിട്ടുണ്ട്. എന്നാലും അത് ഒന്നും കൂടി ഒന്ന് തുടച്ചിട്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാവേ. നമ്മുടെ ക്ലീനിങ് ഇന്നൊരു 7 മണി 7:30 ആയപ്പം തുടങ്ങിയതാണ് കേട്ടോ രാവിലെ. അപ്പോൾ രാവിലെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമെല്ലാം ആക്കി വെച്ചിട്ട് രാവിലെ ബ്രെഡും ഓംലേറ്റും ആയിരുന്നു കേട്ടോ. അത് പിന്നെ പണി വേഗം ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ഓംലേറ്റും ആക്കിയത്. ഇതിൻ്റെ ഇടയിലൊന്ന് കറണ്ട് പോയി കേട്ടോ. ചൂട് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ വേർത്തൊഴുകാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ കറണ്ട് വരുന്നത് നോക്കി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ എല്ലാം തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഏതായാലും തുടച്ച് കഴിയാനായി. എല്ലാം തുടച്ച് വൃത്തിയാക്കി. പക്ഷേ ഫ്രീസറിൻ്റെ ഉള്ളിൽ മാത്രം തുടയ്ക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ ഫ്രീസറും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുകയാണ്. അപ്പം ഈ ഫ്രിഡ്ജിൽ നിന്നും കുറേ ആളുകളെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ എടുത്ത ആൾക്കാരെ ഓരോരുത്തരെയും അവരവരുടെ സ്ഥാനത്ത് തന്നെ നമ്മൾ വെക്കുകയാണ് കേട്ടോ. എവിടെയാണോ ഇരുന്നത് അവിടെ എല്ലാവരെയും, ഏതൊക്കെ സ്ഥലത്താണോ ഇരുന്നത് അവിടെ എല്ലാവരെയും ഓരോരുത്തരെ ഇരുത്തുകയാണ്. കറണ്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മൾ വെക്കേണ്ട ആൾക്കാരെ എല്ലാം നമ്മൾ വെക്കേണ്ട സ്ഥലത്ത് തന്നെ നല്ല കറക്റ്റായിട്ട് എല്ലാവരെയും അതാത് സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പം നമ്മുടെ കറണ്ട് വന്നു. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. കുറച്ച് വെജിറ്റബിൾസും സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കലുള്ളൂ. കറി, അതുപോലെ തന്നെ തലേ ദിവസത്തെ ചോറ്, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ. പിന്നെ ഇറച്ചിയോ മീനോ അങ്ങനെ എന്തെങ്കിലും തലേദിവസത്തെ നമ്മൾ കറിയായിട്ടുണ്ടെങ്കിൽ മൺചട്ടിയിൽ തന്നെ ഞാനങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ അത് ഒന്നുകൂടി ചൂടാക്കുക, അങ്ങനെയാണ് ചെയ്യില്ല കേട്ടോ. ഞാൻ അങ്ങനെ കഴിയുന്നതും ചോറ് അതേപോലെ തന്നെ കറികളൊന്നും ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ. പിന്നെ കറി വെക്കാത്ത ഇറച്ചിയോ മീനോ ഒക്കെ ആണെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ. ഇത് അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. ഇനി ഫ്രിഡ്ജൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് വെക്കുകയാണ്. പിന്നെ അത് ആ സ്റ്റീൽ പാത്രത്തിലുള്ളത് കുറച്ച് തൈരാണ് കേട്ടോ. കാരണം ഇവിടെ മക്കൾക്കും ഏട്ടനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൈര് നല്ല ഇഷ്ടമാണ്. തൈര് ഇഷ്ടമെന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് തൈര് എല്ലാവരും നന്നായിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ആ പാത്രത്തിലിരിക്കുന്നത്. ഒരു കവറിലായിരുന്നു, ഈ മിൽക്കി മിസ്റ്റിൻ്റെ പോലത്തെ ഒരു കവറ് പൊട്ടിച്ച തൈരായിരുന്നു. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ഞാൻ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചതാണ്. അപ്പോൾ ഈ തൈര് നല്ല തൈരാണ് കേട്ടോ. അധികം പുളിയൊന്നുമില്ല, നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജൊക്കെ നല്ല വൃത്തിയായില്ലേ, ഇപ്പം നല്ല ഭംഗിയായിട്ടില്ലേ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമല്ലേ. നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടാലും അത് കഴിഞ്ഞ് നമുക്കതിങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്ത സമാധാനമാണല്ലേ. ഇതിലാണ് കേട്ടോ ഞാൻ ഉള്ളിയും ഉരുളൻകിഴങ്ങ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതിലാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്. ഇതിങ്ങനെ തട്ടുതട്ടായിട്ടുള്ളത് കൊണ്ട് നമുക്കിങ്ങനെ ഓരോ സാധനവും ഇതിനകത്തായിട്ടിങ്ങനെ വെക്കാം. പിന്നെ ഒന്നും കൂടെ തുടച്ച് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വെള്ളമൊക്കെ പോയിട്ടുണ്ട്, എന്നാൽ ഒന്നും കൂടെ തുടച്ച് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഉള്ളിയൊക്കെ ആകുമ്പോൾ നനവുണ്ടെങ്കിൽ ഇനി കേടായി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ തുടച്ച് വെക്കുന്നത്. പിന്നെ ഈ ഒരു കൊട്ട വാങ്ങിച്ചിട്ട് ഇപ്പം ഒരു 5 വർഷമായി കേട്ടോ. ഇതുവരെ നോക്കിയ ഒരു കളർ പോലും മങ്ങിയിട്ടില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നില്ല. ഇതുവരെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു ചെറിയ പൊട്ടലോ അങ്ങനെയുള്ള യാതൊരു കുഴപ്പമില്ല. ഒരു 5 വർഷം കഴിഞ്ഞു ഇപ്പം. നമ്മളിവിടെ വന്ന സമയത്ത് വാങ്ങിച്ചതാണിത് കേട്ടോ. അങ്ങനെ ഈ ഉള്ളിക്കൊട്ടേൻ്റെ ഉണ്ടല്ലോ, ഒരു കാല് കാണുന്നില്ല കേട്ടോ. എല്ലാം വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കാല് മാത്രം കാണുന്നില്ലേ. അപ്പം ഞാൻ ആ കാല് എവിടെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ഞാൻ അവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞ് പിന്നെ നോക്കുന്നുണ്ട്, ലച്ചുമോളെടുത്ത് കൊണ്ടുവച്ചിരിക്കുകയായിരുന്നേ. അങ്ങനെ പേപ്പറൊക്കെ വിരിച്ചിട്ട് നമ്മൾ ഈ കൊട്ടയിൽ ഉള്ളി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഈ കൊട്ടയിൽ വെച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുണി കഴുകാൻ പോയിട്ടുണ്ട്. തുണി കഴുകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ. അപ്പോൾ തുണി കഴുകിയപ്പോൾ നമ്മുടെ പാൻറ്റ് ചുരിദാറിൻ്റെ പാൻറ്റ് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ പാൻറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ 2 പാൻറ്റ് എന്താണെന്ന് വിചാരിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. തുണി കഴുകുന്നതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ. അടുത്തതായിട്ട് ഈ ജനലെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. എല്ലാ ദിവസവും ഞാൻ ഈ രാവിലെ ഈ ജനൽ തുറന്നിടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും, നമ്മൾ തുറന്നിടുന്നത് കൊണ്ടായിരിക്കുമേ. ഈ ജനലിങ്ങനെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നല്ല വെളിച്ചം കയറും കേട്ടോ വീടിൻ്റെ അകത്തേക്ക്. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ ഈ ജനലുകളെല്ലാം തുറന്നിടാറുണ്ട്. എന്നിട്ട് ഞാനിവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ നല്ല കാറ്റുണ്ടാവും കേട്ടോ. ഒരു നല്ല കാറ്റെന്ന് പറഞ്ഞാൽ ശക്തിയായിട്ടല്ല, ചെറുതായിട്ട് കാറ്റുണ്ടാവും. പിന്നെ ശ്രീചേച്ചിൻ്റെ വീട്ടിൽ മന്ദാരം നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നിറയെ പൂവുണ്ട്, മന്ദാരപ്പൂക്കൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മന്ദാരപ്പൂക്ക് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. അപ്പം ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കും കേട്ടോ. അങ്ങനെ ജനലുകളെല്ലാം നമ്മൾ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. എല്ലാ ജനലുകളും തുടയ്ക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതാ ഇനി നമ്മുടെ കൃഷ്ണൻ്റെ ഫോട്ടോ എന്ന് ഒരു തുണി നനച്ചിട്ട്, ഒരു നല്ല തുണി നനച്ചിട്ട് കൃഷ്ണൻ്റെ ഫോട്ടോയും അതേപോലെ ചെറിയ ഫോട്ടോസൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അന്നപ്പോൾ അതെല്ലാം ഒന്ന് നനച്ച് തുടയ്ക്കുകയാണ് കേട്ടോ. അതേപോലെ ചെറിയ ഈ ചിരാതുണ്ട്, ചിരാതിൽ ഇടയ്ക്ക് ഞാൻ അവിടെ തിരി കത്തിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ആ ചിരാതും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ്.
അപ്പം ഇപ്പം തന്നെ സമയം ഒരുപാട് സമയമായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 12 മണി 12:30യോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വാതിലും കൂടെ തുടച്ചിട്ട് വേണം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃപേട്ടൻ പറഞ്ഞു, സാരില്ല, ഇനി നീ ഈ ഒരു കാര്യം ചെയ്യുക, ആ വാതിലും കൂടെ തുടയ്ക്കുക. അതും കൂടെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ, അതും കൂടെ കഴിഞ്ഞിട്ട് മതി. ഏട്ടൻ ഇപ്പം പുറത്ത് പോയിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ പറഞ്ഞു, നീ അന്ന് അതും കൂടി ആക്കിക്കോ, അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞത്. അത് ഞാൻ പിന്നെ വേഗം അതും കൂടി അങ്ങോട്ട് ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. ചോറുണ്ട് കഴിഞ്ഞിട്ടുണ്ട്, എന്തായാലും എനിക്ക് കുറച്ച് സമയം ഇരിക്കണം. അപ്പോൾ പിന്നെ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഈ പണിയൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ ഫ്രണ്ടിലെ വാതിൽ തുടയ്ക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ബാക്കി എല്ലാം കൂടെ എല്ലാ വാതിലും തുടയ്ക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇത് മാത്രം തുടയ്ക്കുന്നത് കാണിക്കുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഏകദേശം കഴിക്കുമ്പോൾ ഒരു 2 മണിയായിട്ടുണ്ട് കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നന്നായിട്ട് വിശക്കുന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കഴിച്ച് വന്നപ്പോൾ മക്കളും കൃപലേട്ടനും ഒക്കെ ഇരുന്ന് TV കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് TV കണ്ടു. നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാൻ തോന്നിയായിരുന്നു. പക്ഷേ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണിയൊന്നും നടക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് സിനിമ കണ്ടു. നല്ല സിനിമയായിരുന്നു. അപ്പോൾ സിനിമയൊക്കെ കണ്ട് കുറച്ച് നേരം എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഏകദേശം അത് കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഏട്ടന് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ ഏട്ടനൊരു ഗ്ലാസ് ചായ ഇട്ട് കൊടുത്തു. കൂടെ ഞാനും ഒരു ഗ്ലാസ് ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു അലമാരയും കൂടെ വൃത്തിയാക്കാനുണ്ടല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ആ അലമാരയും കൂടെ വൃത്തിയാക്കി. ആ അലമാരയ്ക്കകത്തുള്ള നമ്മുടെ വേണ്ടാത്ത തുണികളാണ് കേട്ടോ ഞാൻ ഈ ചാക്കിൻ്റെ ഉള്ളിൽ കെട്ടിവെക്കുന്നത്. ഈ കുട്ടികൾക്ക് വലിപ്പം കുറഞ്ഞതും നമുക്ക് വേണ്ടാത്തതൊക്കെ ആയിട്ടുള്ളത് ഉണ്ടാവില്ലേ. പിന്നെ ഈ ഷോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയാണ് ആ ഷോൾ കാണാൻ. പക്ഷേ അതിൻ്റെ സൈഡ് കീറിയിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനത് വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ ഈ ഹരിത കർമ്മസേന ഇനി വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ നമ്മുടെ പ്ലാസ്റ്റിക് ഈ തുണികളൊക്കെ എടുക്കാൻ വരുള്ളൂ. അപ്പം അവർ വരുമ്പം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ കെട്ടിവെക്കുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ട് തുടയ്ക്കണം, എന്നിട്ട് ഒന്ന് കുളിക്കണം. അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പണികളൊക്കെ ഇന്നത്തെ പണികൾ കഴിയും കേട്ടോ. ഈ അടിച്ചു വാരുന്നതിൻ്റെയും തുടയ്ക്കുന്നതിൻ്റെയും ഒന്നും വീഡിയോ ഇടുന്നില്ല. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.